ഇനിയാ ബലരാമൻ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. സംശയം എന്താ അമ്മേ? ഇങ്ങോട്ട് കാണിച്ചതിനൊക്കെ ഇരട്ടിയായി സിദ്ധുവെങ്കില് ആ ബലരാമനോട് തിരിച്ചു കാണിക്കും. അയാളെ വെള്ളം കുടിപ്പിക്കും, എണ്ണി കണക്കും പറയിപ്പിക്കും. എനിക്ക് തോന്നുന്നില്ല. സിദ്ധു അങ്കിളിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾക്ക് പ്രതികാരവും പകരം ചോദിക്കലൊന്നും പറഞ്ഞിട്ടില്ല. അങ്കിള് ബലരാമനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യും. അതാ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് വീട്ടിൽ വെച്ച് ബലരാമൻ സ്നേഹം കാണിക്കാൻ ചെന്നപ്പോ തന്നെ അങ്കിള് നയം വ്യക്തമാക്കി. കുടിക്കാൻ വെള്ളം ദേവിക എടുത്തു കൊടുത്തപ്പോ വഴിപോക്കനോട് കരുണ കാണിച്ചതിന് പുകഴ്ത്തി സംസാരിച്ചിട്ട് കയറിപ്പോയെന്ന നന്ദൻ പറഞ്ഞത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളുടെ കാരണം അടിച്ച് പൊളിക്കില്ലായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് നിലവാരമുണ്ടെന്ന്. ബലരാമനങ്ങളെ വിട്ടു, പൂർണ്ണമായിട്ടും വിട്ടു. അങ്ങനെ വിടാനൊന്നും പാടില്ല. ചെകിടത്തൊന്ന് പൊട്ടിക്കണായിരുന്നു. ഏയ്, അനുഭവിക്കേണ്ടതൊക്കെ നല്ല വൃത്തിക്കിന്ന് അനുഭവിച്ചു കാണും. മോനെന്നും പറഞ്ഞ് ദത്തെടുക്കും പോലെ കരുതി കൊണ്ടു നടന്ന ആളാണ് മോളെ കൊന്നതെന്നറിയുന്നതിലും വലിയ ഷോക്ക് വേറെന്തുണ്ട്? ചെക്ക് ചെയ്താ അറിയാം, ചെറിയൊരു അറ്റാക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അതൊരു ശിക്ഷ തന്നെയാ. ഞാൻ കരുതിയത് കേസ് അന്വേഷണം അങ്ങനെ നീണ്ടങ്ങ് പോകുന്ന. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല. വസുന്ധര ആളും ഇടുക്കിയെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മളോട് കാണിച്ചത്. ഒരു കേസ് അന്വേഷണം ആവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അങ്ങനെ വിചാരിച്ചാ അതങ്ങ് മറക്കാം. അത്ര എളുപ്പം അതൊന്നും മറക്കാൻ പറ്റില്ല. സംശയം വെച്ച് ആരെ തല്ലാനൊന്നും പോലീസിന് അവകാശമില്ല. നന്ദൻ എവിടെയാണെന്ന് പറയാതിരുന്നപ്പോഴ് അവരെ എന്നെ തല്ലിയത്. പോട്ടെ, ഒന്നും തൽക്കാലം ഓർക്കണ്ട. പാവം നന്ദൻ. കുറെ കാലത്തിനിടയ്ക്ക് ഇന്നായിരിക്കും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോകുന്നത്. നന്ദന് മാത്രമല്ല, ചന്ദ്രോത്തിനാകെ ഇന്നാ സമാധാനം കിട്ടിയിരിക്കുന്നത്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ആഹാ, ആണോ ഗിരീഷേട്ടാ? എന്തായാലും ആ പിണക്കൊക്കെ അങ്ങ് മാറിയല്ലോ. ആ ശരി ശരി ഗിരീഷേട്ടാ, ഞാൻ വിളിച്ചോളാം. അമ്മേ, അമ്മ ഗിരീഷേട്ടനെ വിളിച്ചായിരുന്നു അല്ലേ? ഞാൻ വിളിച്ചിരുന്നു. എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ വിളിച്ചതിന്? അമ്മേ, അമ്മ ഇപ്പഴാ സൂപ്പർ അമ്മയായത്. പോടാ. ആന്റി, എന്താ? അച്ഛന് കുടിക്കാൻ ചൂടുവെള്ളമാണോ എടുത്തു വെക്കണ്ടേ? അതൊക്കെ പറയാം. നീ എന്നെ എന്താ ഇപ്പൊ വിളിച്ചത്? ആന്റിന്ന്. ഞാൻ നിന്റെ ആന്റിയാണോ? സിദ്ധുവിനെ അച്ഛാന്ന് വിളിക്കുന്നു, എന്നെ ആന്റിന്നും. അതെന്താ രണ്ടും രണ്ട് രീതിയില്? ഇനി എന്നെ ആന്റി എന്ന് വിളിക്കരുത്. ഇനി മുതൽ എന്നെ മോളെ അമ്മയെന്ന് വിളിച്ചാ മതി. എനിക്കറിയാം, ഞാൻ ഇതുവരെ നിന്നെ മകളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു അമ്മയുടെ സ്ഥാനം തരാൻ നിനക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇനി മുതൽ നീ എന്റെ മകളാ. എന്റെ രജനിയെപ്പോലെ തന്നെയായിരിക്കും നീ എനിക്ക്. മറ്റാരും അനുഭവിക്കാത്തത്ര ദുരിതങ്ങൾ നീ അനുഭവിച്ചു. എന്റെ ഭാഗത്ത് നിന്ന് ദയയോ സ്നേഹമോ കരുണയോ ഒന്നും നിനക്ക് കിട്ടിയിരുന്നില്ല. നിന്നെ കണ്ട ആദ്യ ദിവസം മുതൽ ശത്രുസ്ഥാനത്ത് ഞാൻ നിന്നെ നിർത്തിയിരുന്നത്. നീ ഇല്ലാതായെങ്കിലെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അത് നിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട്.
വണ്ടി ഓടിക്കാൻ നോക്കി, ശപിച്ചകറ്റാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ കണ്ണീരൊതുക്കി ചിരി മായാതെ നീ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, നിന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു വീടായിരുന്നില്ല എന്ന്, ജയിലായിരുന്നു. പക്ഷേ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാതെ പീഡനങ്ങൾ സഹിച്ചു നീ നിന്നു. ഞാനിപ്പോ തിരിച്ചറിയുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ പ്രഭാവതി ചിലപ്പോ ഇപ്പൊ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.